ഹലോ ഫ്രണ്ട്സ്, എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും ഞാൻ ഒരു ചെറിയ കൃഷിയെപ്പറ്റി ഇന്ന് ഞാൻ കാണിക്കാം. നമുക്ക് വീട്ടിൽ നമുക്ക് ആവശ്യത്തിന് കിട്ടത്തക്ക രീതിയിൽ ഓരോ മൂടേ ഉള്ളൂ. എല്ലാം ഒന്നും രണ്ടും മൂട് വീതമാണ് വെച്ചേക്കുന്നത്. അതിനെപ്പറ്റി ഇന്ന് ഞാനിന്ന് കാണിച്ചു തരാം. നമുക്ക് മുള്ളാത്ത ഒരു 2 മൂടൊന്നുമല്ല, മുള്ളാത്ത ഒരു 8-10 മൂടുണ്ട്. മുള്ളാത്തയിൽ കഴിഞ്ഞ വർഷം ഇഷ്ടംപോലെ മുള്ളാത്ത പിടിച്ചതാണ്. 1 കിലോ 2.5 കിലോ ഒക്കെ ഒരെണ്ണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഈ പ്രാവശ്യം മഴയായത് കാരണം പിടിച്ചതെല്ലാം തീരെ ചെറുതാണ്. 1 കിലോ പോലും ഇല്ല, 1/2 കിലോ വീതം പോലും കാണത്തില്ല. പിടിച്ചുവാണെങ്കിൽ നമുക്ക് 2-3 എണ്ണമേ പിടിച്ചതുള്ളൂ. ഇപ്പോൾ മുള്ളാത്ത എല്ലാം അങ്ങ് നശിച്ച്, വെള്ളം കെട്ടിക്കിടന്നെല്ലാം അങ്ങ് നശിച്ചു പോയി. നമ്മുടെ ഒരു മൂട് മുള്ളാത്തയാണിത്. അത് ഞാനിന്ന് കാണിക്കാം. അതിനകത്തെ കായ് വളരെ ചെറുതാണ്. ഇതൊക്കെ അതിനകത്തെ കായ്കളാണ്. പിന്നെ മേളിൽ നിൽപ്പുണ്ട്, മേളിലും അതുപോലെ 2-3 കായ് നിൽപ്പുണ്ട്. ആ കായയുടെ വലിപ്പമെല്ലാം ഇത്രയും തന്നെ ഉള്ളൂ. ഈ വർഷം മഴയായത് കാരണം കായെല്ലാം ചെറുതാണ്. പിന്നെ ഒന്നുമല്ല, ഒരു 10-15 മൂടുണ്ട്. ഇതെല്ലാം മുള്ളാത്തയുടെ തൈകളാണ്. എല്ലാം അങ്ങോട്ട് വെച്ചേക്കുന്ന ഓമ, മുള്ളാത്ത ഇതൊക്കെയാണ്. ഇതെല്ലാം മുള്ളാത്ത തൈകളാണ്. പിന്നെ നമുക്ക് ഒരു മൂട് ഡ്രാഗൺ ഫ്രൂട്ടുണ്ട്. അതാണിത്. ഒരു മൂടേ വെച്ചുള്ളൂ. നമ്മൾക്ക് കിളിക്കോ ഇല്ലയെന്നറിയാതെ ഒരു മൂട് കൊണ്ട് വെച്ചതാണ്. അതിപ്പോൾ എല്ലാം പൊട്ടിക്കിളിച്ചൊക്കെ വരുന്നുണ്ട്. അങ്ങനെ തണ്ടുകൾ ഏറെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് റംബുട്ടാനാണ്. റംബുട്ടാൻ ഇത് നമ്മൾ ഒരു മൂട് വെഡ് ചെയ്ത തൈ മേടിച്ച് വെച്ചതാണ്. അത് നല്ല ഫ്രഷായിട്ട് കിളിച്ച് വന്നതായിരുന്നു. മഴ കാരണം അതും നല്ല രീതിയിലൊന്നും കിളിച്ച് വരുന്നില്ല. എങ്കിൽ തന്നെ ഇതെല്ലാം ഞാൻ മേടിച്ച് വെച്ച പേരത്തൈകളാണ്. ഇതെല്ലാം ബഡ് ചെയ്ത പേര മേടിച്ച് വെച്ചതാണ്. ബഡ് ചെയ്ത ഒരു മൂട് കൊച്ചു പേര വെച്ചിട്ടുണ്ട്. അതിപ്പോൾ വെച്ചതേ ഉള്ളൂ. അത് നമുക്കൊന്ന് കാണാനാണ്. അത് ഫ്രഷായിട്ടൊക്കെ കിളിച്ച് വരുന്നുണ്ട്. മഴയായത് കാരണം നല്ല കിളിപ്പൊന്നും ഇല്ല ഒന്നിനും. ഇതൊക്കെ മുളക് പൊടി തൈകളാണ്. പിന്നെ അതാണെങ്കിൽ ജാതിയാണ്. ഒരു മൂടി ജാതി മേടിച്ച് വെച്ചതാണ്. പിന്നെ ഇതെല്ലാം മുളക് പൊടികളാണ്. പിന്നെ നമുക്ക് ഇതെല്ലാം മുളക് പൊടി തൈ വെച്ചേക്കുവാണ്. പിന്നെ നമുക്ക് ഒരു മൂടും നാരകത്തൈ മേടിച്ച് വെച്ചതാണ്. അത് നല്ല ഫ്രഷായിട്ട് കിളിച്ച് വരുന്നുണ്ട്. പിന്നെ ഓമത്തൈ പറമ്പിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. എല്ലാം നല്ല കായ പിടിക്കുന്ന റെഡ് ലേഡിയാണ്. പിന്നെ നമുക്ക് പാഷൻ ഫ്രൂട്ട് കാണാം. പാഷൻ ഫ്രൂട്ട് ഒരു തൈ നമ്മൾ മേടിച്ച് വെച്ച തൈയാണ്. ഒരുപാട് കായ ഉണ്ടാകുന്നതാണ് ഈ പാഷൻ ഫ്രൂട്ട്. കഴിഞ്ഞ വർഷം ഒരുപാട് 10-25 കിലോയ്ക്കോ അതിൽ കൂടുതലോ കിട്ടിയെങ്കിലേ ഉള്ളൂ. അതെല്ലാം ഇവിടുത്തെ കൊച്ചു ചെറുമക്കൾ പിച്ച് എല്ലാം കഴിക്കുമായിരുന്നു. ഇഷ്ടം പോലെ അവരുടെ ആഗ്രഹം തീരെ കഴിക്കാൻ പാഷൻ ഫ്രൂട്ട് കിട്ടി. ഇപ്പോഴാണെങ്കിൽ നിറച്ച് പൂവുണ്ട്. എല്ലാത്തിലും പൂ പിടിച്ചിങ്ങനെ നിൽക്കുവാണ്. എല്ലാം